പേരെന്താണെന്നറിയാത്ത, വീടെവിടെയാണെന്നറിയാത്ത, താൻ എവിടെ നിന്നാണ് വന്നത്, തനിക്ക് എവിടേക്കാണ് പോകേണ്ടത്, തനിക്ക് ആരൊക്കെയുണ്ട് എന്നൊന്നും അറിയാത്ത ഒരമ്മയെ ആ അമ്മയുടെ ഏക മകൻ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ചിട്ട് എവിടേക്കോ കടന്നു കളഞ്ഞു. ആ അമ്മയെ എന്തു പറഞ്ഞാണ് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലേക്ക് ആ മകൻ കൊണ്ടുവന്നത് എന്നെനിക്കറിയില്ല. പക്ഷേ കരഞ്ഞ് തളർന്ന് ഒന്നും ഓർമ്മയില്ലാതെ ആരോട് പേര് ചോദിച്ചാൽ പോലും അതുപോലും ഓർമ്മയില്ലാത്ത ഒരമ്മ, നെന്മാറയിലെ കമലാക്ഷി അമ്മ. അപ്പോൾ സ്വന്തമായി പേരെവിടെ എന്താണെന്നറിയില്ല, സ്ഥലം എന്താണെന്നൊന്നും അറിയില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു പോകും അമ്മയ്ക്ക്. പിന്നെ എങ്ങനെ ഞാൻ ഈ നെന്മാറയിലെ കമലാക്ഷി അമ്മയെ, ആ അമ്മയുടെ പേര് കമലാക്ഷി എന്നാണെന്നും അമ്മയുടെ സ്ഥലം നെന്മാറയാണെന്നും ഞാൻ എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ അതിന് പിന്നിലും ഒരു വലിയ കഥയുണ്ട്. ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കാരണം ഈ നെന്മാറയിൽ ഓർമ്മയില്ലാത്ത ഈ അമ്മയെ മകൻ കൊണ്ട് ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയല്ലോ. അങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മമാരെ സംരക്ഷിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ടുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയിട്ട് മാത്രമാണ് ട്രാവൽ വിത്ത് സുനു ഈ അമ്മമാരുടെ കഥകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കണം. നല്ലതാണ്, നന്മയാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ മാത്രം എന്നോട് നിങ്ങൾ ചേർന്ന് നിൽക്കുവാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ നെന്മാറയിലെ കമലാക്ഷി അമ്മയെ കണ്ടത്. തൃശ്ശൂർ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ തൃശ്ശൂർ പോയത്. തൃശ്ശൂരിൽ നിന്ന് അല്പം നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തായിരുന്നു എനിക്ക് പോകേണ്ടത്. ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വഴിയുണ്ട്. അതുവഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരു ക്ഷേത്രമൊക്കെയുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ, അതായത് വലതുവശത്താണത്. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇറങ്ങുമ്പോൾ മെയിൻ റോഡിലേക്ക് കിടക്കാം. അവിടെ നിന്ന് നേരെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് നമുക്കെത്താം. അവിടെ നിന്ന് പറമേക്കാവിലേക്കൊക്കെ പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നതിന് മുൻപ് വലതുവശത്തുള്ള ഒരു ചായപ്പീടികയുണ്ട്. അതിന് ഇടതുവശത്തായിട്ട് ധാരാളം വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയുമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ ഫോണിൽ സംസാരിച്ചിട്ട് ഒരു മിനിറ്റ് അവിടെ നിന്നപ്പോൾ ഈ സാധനങ്ങൾ വറുത്തതൊക്കെ വിൽക്കുന്ന അവിടുത്തെ വഴി പോയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ ഒരമ്മ അവിടെ നിന്നിട്ട് ആ കടക്കാരൻ്റെ മുന്നിൽ തൻ്റെ ഒരു അമ്മയൊരു സെറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു ചുമന്ന കരയുള്ളൊരു പഴയൊരു സെറ്റാണ്. അതിങ്ങനെ അതിങ്ങനെ വിടർത്തി പിടിച്ചിട്ട് അവരുടെ മുന്നിൽ അമ്മ ഇങ്ങനെ വിടർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തിനാണ്? അമ്മ തൻ്റെ വാത്സല്യത്തിൻ്റെ, സാധാരണഗതിയിൽ തൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉള്ള സമയത്താണ് അമ്മ ഇതിങ്ങനെ തുറന്നു പിടിച്ചിങ്ങനെ മക്കളെ എന്ന് പറഞ്ഞ ഭാവത്തോടുകൂടി നിൽക്കുക. ഇത് അങ്ങനെ ആ ഭാവത്തോടു കൂടി അല്ല ആ അമ്മ നിന്നത്. അമ്മ പരിക്ഷീണിതയാണ്, അമ്മയ്ക്ക് സങ്കടമുണ്ട്, അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു, അമ്മയ്ക്കൊരു വല്ലാത്ത അവസ്ഥയിലാണ് അമ്മ. കാരണം അമ്മയ്ക്ക് വിശപ്പും ദാഹവുമുണ്ട്. അമ്മ പറയുകയാണ്, എനിക്ക് വിശക്കുന്നുണ്ട് എന്നമ്മ അവിടെ നിന്ന് പറയുകയാണ് കടക്കാരൻ. അപ്പോൾ ആ കടയിലുള്ള എടുത്തു കൊടുക്കുന്നയാളൊരു ബംഗാളിയാണ്. അപ്പോൾ ആ ബംഗാളി അവിടെയുള്ള ചിപ്സും പക്കാവട അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിൽ നിന്ന് ഒരു പിടി എടുത്തിട്ട് അമ്മയുടെ ആ മടിശീലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവനൊരു ദയാലുവായതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. കാരണം അതിനു മുൻപ് ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ മുൻപിൽ അമ്മ കൈ നീട്ടിയിട്ടുണ്ടായിരുന്നായിരിക്കും, ആരുമൊന്നും അമ്മയ്ക്ക് നൽകിയുമില്ലായിരിക്കാം. അപ്പോൾ ഞാനത് സാകൂതം നോക്കുകയാണ്. അമ്മ എങ്ങനെ തൻ്റെ മടിശീല അവൻ്റെ മുന്നിലേക്ക് തുറന്ന് കാണിച്ചപ്പോൾ അവനൊന്നും നൽകിയില്ലെങ്കിലും ഒരു പിടി മിക്സ്ചർ, അല്ലെങ്കിൽ ഒരു പിടി പക്കാവട, അല്ലെങ്കിൽ ഒരു പിടി കായ വറുത്തത് അവിടെയുള്ള വറുത്ത് പൊരിച്ച് വെച്ചിരിക്കുന്ന സാധനം എടുത്ത് അമ്മയുടെ മടിശീലയിലേക്ക് ഇട്ട് കൊടുത്തു. അമ്മ അത് ചേർത്ത് പിടിച്ചിട്ട് അമ്മ അത് പിടിച്ചിട്ട് വീണ്ടും ഇങ്ങനെ നോക്കുകയാണ്. കാരണം അമ്മയ്ക്ക് ദാഹിക്കുന്നു, അമ്മയ്ക്ക് വെള്ളം വേണം. അമ്മ വെള്ളമുണ്ടോ,
വെള്ളമുണ്ടോ എന്നമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഈ വെള്ളമുണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലായി ആ അമ്മയ്ക്ക് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ഭയങ്കരമായി പരവശയായിട്ടാണ് അമ്മ ഇരിക്കുന്നതെന്ന് മനസ്സിലായി എനിക്ക്. ഞാൻ വേഗം അമ്മയുടെ അടുത്തേക്ക് എൻ്റെ കയ്യിൽ വെള്ളമുണ്ടായിരുന്നു, ഞാൻ അമ്മയ്ക്ക് ആ വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തിട്ട് ഞാൻ ഓപ്പോസിറ്റ് തന്നെ ഒരു വെജിറ്റേറിയൻ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഞാൻ അമ്മയുടെ കൈ പിടിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് വല്ലതും കഴിക്കാമെന്ന് പറഞ്ഞു. അമ്മ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഒരു സങ്കോചവും അമ്മ പ്രകടിപ്പിച്ചില്ല, ഒരു ഭാവവ്യത്യാസവും അമ്മ പ്രകടിപ്പിച്ചില്ല. അമ്മയുടെ സ്വന്തം മകൻ്റെ കൂടെ അധികാരത്തോടു കൂടിയും അവകാശത്തോടു കൂടിയും പോകുന്നത് പോലെ തന്നെ അമ്മ എൻ്റെ കൂടെ ആ കടയിലേക്ക് എൻ്റെ കൈയും പിടിച്ച് അപ്പുറത്തെ ആ കടയിലേക്ക് വന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ അമ്മയോട് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ തലയാട്ടി. അമ്മ എപ്പോഴേക്കും ആ പക്കവട അവൻ കൊടുത്ത പക്കവടയും 2-3 സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ആ പയ്യൻ കൊടുത്തത്. അമ്മ അത് ആ സെറ്റിന് തുമ്പിൽ ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങ് വിട്ട് കളഞ്ഞു. എന്നിട്ട് ഞാൻ അവിടുന്ന് അമ്മയ്ക്ക് മസാല ദോശയും ചായയും കഴിക്കും. മസാല ദോശ പറയട്ടെ എന്ന് ചോദിച്ചു. പറ എന്നമ്മ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് സങ്കടവും അല്പം കൗതുകവും ഒക്കെ തോന്നി. ഒന്നും അറിയില്ലെങ്കിലും അമ്മയ്ക്ക് വളരെയേറെ അടുപ്പത്തോടു കൂടിയിട്ടാണ് അമ്മ എന്നോട് പെരുമാറിയത്. ഞാൻ മസാല ദോശയും ചായയും അമ്മ കഴിക്കുന്നത് വളരെ എന്താ പറയുക, പ്രത്യേക ഭാവത്തോടു കൂടിയിട്ടാണ് ഞാൻ നോക്കി നിന്നത്. അപ്പോൾ ഞാൻ അമ്മ ഏകദേശമൊക്കെ കഴിച്ച് കഴിയാറായപ്പോഴാണ് ചോദിച്ചു, അമ്മയുടെ പേരെന്താണ്? അപ്പോൾ അമ്മയൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, അമ്മ എവിടെ നിന്നാണ് വരുന്നത്? അതിനും അമ്മയൊന്നും മിണ്ടിയില്ല. ആ കടയിൽ അത്ര വലിയ തിരക്കൊന്നുമില്ല, ആളുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട്, വലിയൊരു കടയൊന്നുമല്ല, ഒരു ചെറിയ കടയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയുടെ പേരെന്താണ്? അമ്മയ്ക്ക് അറിയില്ല. അമ്മ എവിടെ നിന്നാണ് വന്നത്? അമ്മയ്ക്ക് അറിയില്ല. അമ്മയ്ക്ക് എവിടേക്കാണ് പോകേണ്ടത്? അതും അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ ഞാൻ അമ്മയോട് ഇപ്പോൾ എനിക്ക് അമ്മ എവിടുന്നോ വന്നതാണ്, എവിടേക്ക് പോവുകയാണ്, അമ്മ അവിടെ പെട്ടുപോയതാണ്. എനിക്ക് മനസ്സിലായി ഇതിൽ എന്തോ ചെറിയൊരു കുറവുണ്ട്, അല്ലെങ്കിൽ എന്തോ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. സമയം അധികം സമയമൊന്നും ആയിട്ടില്ല. സമയം ഒരു ഉച്ചയൊന്നും ആയില്ല. 11:15, 11:30 അത്രയും സമയമാകുന്നേ ഉള്ളൂ, പകലാണ്. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അമ്മ ഒന്നും മറുപടി പറയുന്നില്ല. അമ്മയ്ക്ക് അറിയില്ല. അമ്മയുടെ പേരെന്താണെന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഓർമ്മയിലേക്ക് വരുന്നില്ല. ഞാൻ ചോദിച്ചാൽ അമ്മ എവിടെ നിന്നാണ് വന്നത്? അതും അമ്മയ്ക്ക് അങ്ങ് ഓർമ്മയിലേക്ക് അമ്മ വരുന്നില്ല. അമ്മയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥതയുള്ളതുപോലെ അമ്മയ്ക്ക്. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോഴേക്കും അമ്മ ഇങ്ങനെ ഒരു നിമിഷം അമ്മ ആ മസാല ദോശ കഴിക്കുന്നത് നിർത്തിയിട്ട് അതിൽ കൈയിട്ട് വെച്ചിട്ട് അമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ്. അമ്മയ്ക്ക് ഓർമ്മ വരുന്നില്ല. അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട്. അമ്മയുടെ ചുണ്ടുകൾ വിതുമ്പുകയും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മ കരയാതെ. അപ്പോൾ എനിക്ക് സങ്കോചം തോന്നി. ഞാൻ കാര്യം അമ്മ ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം ചോദിച്ചാൽ മതിയായിരുന്നു. ഞാൻ ഈ കഥ കേൾക്കാനുള്ള ആ ഒരു ആക്രാന്തം കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ അമ്മമാരോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കുമുള്ള ആ ഒരു വിസ്ഫോടനമുണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ മാനസിക സംഘർഷം, അതൊരിക്കലും നമുക്ക് മനസ്സിലാകില്ല. ഞാനൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക്, ഒരു അമ്മയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടിയൊക്കെ ആ ഒരു വേദനയും ആ ഒരു വേവലാതിയും ആ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു വിങ്ങലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഞാനൊരു അമ്മയല്ലല്ലോ, എനിക്കൊരു അമ്മയുണ്ട്. അതുകൊണ്ട് അമ്മമാരുടെ വികാരവും വിചാരവും സങ്കടങ്ങളൊക്കെ മനസ്സിലാവുമെങ്കിലും ആ മനസ്സിലുള്ള ആ പ്രത്യേകതരം ഭാവമുണ്ടല്ലോ, താൻ ആരാണ്, താൻ എന്താണ്, താൻ എവിടെ നിന്ന് വന്നു, ഇതൊന്നും അറിയാത്തത് ഉള്ള ആ ഒരു അവസ്ഥ, അത് അമ്മയ്ക്ക് വല്ലാതെ അമ്മയെ അങ്ങ് ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിട്ട് അമ്മയ്ക്ക് തോന്നി. അമ്മ വീണ്ടും എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ പറയും, സാരമില്ല അമ്മ കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മ ചോദിച്ചത്, മോൻ കഴിക്കുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടമ്മ, ഞാൻ കഴിച്ചതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് കഴിക്കുക. ഇത് കഴിക്കുന്നിട്ട് അമ്മയുടെ ആ മടിശീല ഇങ്ങനെ തുറന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അമ്മയുടെ ആ മടി ഇങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു കെട്ടിനകത്ത് എന്തോ ചെറിയൊരു, സാധാരണ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഈ നാണയത്തൊട്ടുകളൊക്കെ ഉണ്ട്, ചിലപ്പോൾ അമ്മ അങ്ങനെ എന്തെങ്കിലും മറക്കാതിരിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അമ്മയാണോ വെല്ലുമിച്ചയാണോ എന്നറിയില്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അമ്മ പറഞ്ഞില്ല, മോൻ കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ ആ മടിശീലയുടെ ആ കെട്ടുണ്ടല്ലോ, അതായത് ആ തുമ്പ് വെച്ചിട്ടാണ് ഇതിന് കെട്ടിയിരിക്കുന്നത്, അതിൻ്റെ അറ്റത്ത് വേറൊരു ചെറിയൊരു കെട്ടുണ്ടായിരുന്നു. ഞാൻ ആ കെട്ടിങ്ങനെ തുറന്ന് നോക്കി. അത് ഞാൻ തുറന്നപ്പോഴേക്കും അതിനകത്ത് ഒരു 50 പൈസയുടെ ഒരു 50 പൈസ ചെറിയ നാണയം ഉണ്ടല്ലോ, ആ നാണയം അതിനകത്ത് ഒരു പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കുകയാണ്. ഞാൻ ആ പേപ്പർ അത് ജസ്റ്റ് ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോഴേക്കും അതിനകത്ത് കമലാക്ഷി അമ്മ, ആ വീട്ടുപേര്, പിന്നെ എവിടെയാണ് സ്ഥലം, നെന്മാറ എന്നെഴുതിയിരിക്കുന്നു.
അപ്പോഴെനിക്ക് മനസ്സിലായി അമ്മയുടെ പേര് കമലാക്ഷി അമ്മയാണ്, അമ്മ നെന്മാറയിൽ നിന്നാണ് വന്നത്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ വന്നത് നെന്മാറ? നെന്മാറ, ഞാൻ നെന്മാറയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയുടെ പേര് കമലാക്ഷി അമ്മയെന്നല്ലേ? എൻ്റെ പേര് കമലാക്ഷി എന്നാണ് എൻ്റെ പേര്. അമ്മയ്ക്ക് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത്രയും പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ വന്നു. അമ്മയ്ക്ക് അമ്മയുടെ മകൻ്റെ പേര് ഓർമ്മ വന്നു, അമ്മയുടെ കൊച്ചുമകളുടെ പേരും ഓർമ്മ വന്നു. അമ്മയുടെ കൊച്ചുമകളുടെ പേര് ദിവ്യ എന്നാണ്. ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു പേപ്പർ, അയ്യോ അത് ദിവ്യ, അവൾ എഴുതി, എൻ്റെ പേരക്കുട്ടി അവൾ എഴുതി വെച്ചതാണ്. ഞാനിത് മറന്നു പോകാതിരിക്കാനായിട്ട്, എനിക്ക് മറവിയുണ്ട്, ഞാൻ മറന്നു പോകും. അതിനെൻ്റെ മോൾ എൻ്റെ എഴുതി വെച്ചതായിരിക്കും, അത് എൻ്റെ ദിവ്യക്കുഞ്ഞ് എഴുതി വെച്ചതായിരിക്കും. എന്നിട്ട് അമ്മ വല്ലാത്ത രീതിയിൽ അമ്മയും കരയാൻ തുടങ്ങി. അമ്മ കഴിക്കുന്നതൊക്കെ നമ്മൾ നിർത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, അമ്മയുടെ വീട് എവിടെയാണ്? പറഞ്ഞു നെന്മാറയാണ്, അതിനകത്ത് സ്ഥലമൊക്കെ ഉണ്ട്. ഞാനതൊക്കെ നോക്കി. ഞാൻ അമ്മയുടെ സ്ഥലം, അമ്മയുടെ പേര്, ശരിയായിട്ടുള്ള പേര് അമ്മയുടെ കമലാക്ഷി എന്ന് തന്നെയാണ്. അമ്മയുടെ സ്ഥലം നെന്മാറയാണ്. നെന്മാറ നമ്മുടെ ആ ബസ് ഇറങ്ങുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു അല്പം പോയി കഴിഞ്ഞാൽ അമ്മയുടെ വീടാണ്. നെന്മാറക്കാരത് കേൾക്കുന്നുണ്ടെങ്കിൽ കമലാക്ഷി അമ്മയെ നിങ്ങൾക്ക് പരിചയമുള്ള പരിചയം കാണുമായിരിക്കും നിങ്ങൾ. ഞാൻ അമ്മയുടെ മകൻ്റെ പേര്, അമ്മയ്ക്ക് ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ. അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. അമ്മയ്ക്ക് 2 പേരക്കുട്ടികളുണ്ട്. ഇളയ പേരക്കുട്ടികളുടെ പേരാണ് ദിവ്യമോള്. പിന്നെ വേറൊരു മോനാണ് അമ്മയ്ക്കുള്ളത്. പിന്നെ ഭർത്താവ്, മകൻ കൂടാതെ മരുമകളും ഉണ്ട് അവിടെ. അപ്പോൾ ഈ അമ്മയെ, പാടില്ലാത്ത അമ്മയെ, വയസ്സായ അമ്മയെ, ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയെ സ്വന്തം വീട്ടിൽ നിർത്തുവാൻ കഴിയാത്തത് കൊണ്ട് ആ മകൻ, അയാൾക്ക് ജോലിയുള്ള ആളാണ്, സാമാന്യം തരക്കേടില്ലാത്ത വീടും ചുറ്റുപാടുകളും സ്ഥലവും ഒക്കെ ഉണ്ട്. ഭാര്യയെ അത്ര ഓക്കെ അല്ല, അല്പം മുൻചുണ്ടിക്കാരും ദേഷ്യക്കാരിയും ഒക്കെയാണ്. കണ്ടു കഴിയുമ്പോൾ നമുക്ക് പാവമൊക്കെയാണെന്ന് തോന്നിയാലും അമ്മയെ അല്ലെങ്കിൽ ഈ പ്രായമായ കമലാക്ഷി അമ്മയെ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പോൾ മകനും ഒരുപക്ഷെ അമ്മയോട് താല്പര്യമൊന്നും കാണുകയില്ല. അപ്പോൾ ഈ ഓർമ്മയില്ലാത്ത അമ്മയെ, നെന്മാറയിലെ കമലാക്ഷി അമ്മയെ എന്താണ് ഞാൻ ചെയ്യുക? നെന്മാറയിലെ അമ്മയെ ഞാൻ എങ്ങനെയാണ് ആ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവുക? അമ്മയുടെ പേര് കമലാക്ഷി എന്നാണ്, അമ്മയുടെ സ്ഥലം നെന്മാറയാണ്. അപ്പോൾ അമ്മയെ വീട്ടിലെത്തിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? എനിക്കാണല്ലോ ഉള്ളത്. അപ്പോൾ ഞാൻ അമ്മയുടെ കൈ പിടിച്ച് അവിടെ ചെന്ന് ചോദിച്ചു. നെന്മാറയിലേക്ക് ബസ് ചോദിച്ചപ്പോൾ ഭാഗ്യത്തിന് അവിടെ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് നെന്മാറയിലേക്ക് ബസ് 1 മണിക്കൂറിന് ശേഷം ഉണ്ടായിരുന്നു. ഞാൻ വളരെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഒത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തിരിച്ചു വരേണ്ടതായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക്. പക്ഷേ എൻ്റെ അത്യാവശ്യത്തെക്കാൾ എത്രയോ 10 മടങ്ങ് വലുതാണ് ഒരമ്മയുടെ ജീവിതം. അല്ലെങ്കിൽ ആ അമ്മ, ഓർമ്മയില്ലാത്ത അമ്മ തൃശ്ശൂർ ടൗണിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ട് ഭിക്ഷ അയച്ച അമ്മയ്ക്കൊന്നും അറിയില്ല. ആ പേപ്പർ കഷ്ണം കിട്ടിയതുകൊണ്ട് മാത്രം. കാരണം ഞാൻ എങ്ങനെയാണ് ആ ദിവ്യമോളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ കുഞ്ഞിന് സ്വന്തം അമ്മൂമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അവൾക്കറിയാമായിരുന്നു അല്ലെങ്കിൽ അവൾ കേട്ടിരിക്കാം, അമ്മയും അച്ഛനും കൂടി പറഞ്ഞിരിക്കാം, ഒരുപക്ഷെ ഓർമ്മ നഷ്ടപ്പെട്ട ഈ തള്ളേനെ കൊണ്ടുപോയിട്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് വരാം, അവിടെ നിന്ന് എവിടേക്കെങ്കിലും പൊയ്ക്കോളും, ഇനിയൊരു ശല്യമായിട്ട് വരികയില്ല എന്ന് പറഞ്ഞ് പാലക്കാട് വിടാതെ അവർ തൃശ്ശൂർ അമ്മയെ കൊണ്ട് വിട്ടതിന് പിന്നിലുള്ള ഒരേ ഒരു കാരണമേ ഉള്ളൂ, അമ്മയെ എങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ ദിവ്യമോൾ ഇത് കേൾക്കുകയും ദിവ്യമോൾക്ക് ഇത് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ആ കുഞ്ഞ് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചിട്ട് ഞാൻ ആ കുഞ്ഞിനെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഓപ്പണപ്പായിട്ട് പറയാം, മോളുടെ പേര് ദിവ്യ എന്ന് തന്നെയാണ് കേട്ടോ, ദിവ്യ അരുൺ കുമാർ എന്നാണ്. അപ്പോൾ ആ മോള് അമ്മ എവിടെയെങ്കിലും അച്ഛൻ കൊണ്ട് കളയുമ്പോൾ ആ മോൾക്കറിയാം അമ്മയ്ക്ക് പേരറിയില്ല, അമ്മയ്ക്ക് സ്ഥലം അറിയില്ല, ഒന്നും അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും അമ്മ തിരിച്ചു വരട്ടെ അല്ലെങ്കിൽ അത് ഉപകരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ആ കുഞ്ഞ് ഒരു 50 പൈസയ്ക്കകത്ത് പേപ്പർ ചുരുട്ടിയിട്ട് ഒരു കുഞ്ഞു മോളാണ്, 6 വയസ്സേ ഉള്ളൂ, 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലെ കണ്ടെത്തിയിട്ടേ ഉള്ളൂ, അത് ഇട്ട് കെട്ടിക്കൊടുത്ത് വിട്ടാണ്. ഞാനിത് ഓർത്തപ്പോൾ ഒരു കഥയാണ് ഓർത്തത്. പണ്ട് രാജകൊട്ടാരത്തിൽ നിന്ന് പോയപ്പോഴേക്കും എങ്ങനെയോ പോയപ്പോൾ വഴി മനസ്സിലാക്കുവാനായിട്ട് തൻ്റെ തുണിക്കഷ്ണങ്ങൾ കീറിയിട്ട് പോയതും പിന്നീട് രാജകുമാരൻ വന്ന ആ കുട്ടിയെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന, ആ രാജകുമാരിയെ രക്ഷിക്കുന്ന ഒരു കഥയൊക്കെ എൻ്റെ കുഞ്ഞിലെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ കഥയാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ സ്വന്തം അമ്മൂമ്മയ്ക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് അമ്മൂമ്മയെ കണ്ടു കഴിഞ്ഞാൽ, അമ്മൂമ്മ ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു കെട്ടിയിട്ടൊരു സാധനം കെട്ടിയിട്ടിട്ടുണ്ട് എന്ന് ആ മോള് അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ അമ്മയ്ക്ക് പേര് പോലും മറന്നു പോകുന്ന അമ്മ എങ്ങനെയാണ് അത് ഓർമ്മിച്ചെടുക്കുക അല്ലേ? അതുകൊണ്ട് അമ്മയത് മറന്നു പോകത്താകാം. എന്താണെങ്കിലും അത് അനുഗ്രഹമായി. ഞാൻ അമ്മയുമായിട്ട് നെന്മാറയിലേക്ക് ചെയ്യുമ്പോഴേക്കും സന്ധ്യയായിരുന്നു.
ഞാൻ അവിടെ ചെന്നു. ആ വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോഴേക്കും അമ്മയെ കണ്ടതും അമ്മയുടെ മകൻ അവിടെ ഇല്ലായിരുന്നു. അമ്മയുടെ മരുമകളുണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചുമോള് ഓടി വന്നു. മകനുണ്ടായിരുന്നില്ല. കൊച്ച് ട്യൂഷന് പോയേക്കുമായിരുന്നു, പേരക്കുഞ്ഞ്. ഈ ദിവ്യമോൾ ഓടി വന്ന് അമ്മമ്മയെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കെട്ടിപ്പോയി. അപ്പം ഞാനോർത്തു, അമ്മൂമ്മയല്ലല്ലോ, അമ്മമ്മയല്ല, അമ്മയുടെ അമ്മയല്ല, അച്ഛൻ്റെ അമ്മയല്ലേ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അച്ഛൻ്റെ അമ്മയെന്ന് പറഞ്ഞ് ആ കുട്ടി തലകേക്കും. പക്ഷേ അതിന് വിളിക്കുന്നത് അമ്മൂമ്മയെന്നല്ല, അമ്മമ്മയെന്നാണ് വിളിച്ചത് കേട്ടത്. അപ്പോൾ ആ സ്ത്രീ ഇറങ്ങി വന്ന്, ദൈവമേ ഇതിനെയും കൊണ്ട് ഞാൻ പിടിച്ച് എവിടുന്ന് കിട്ടിയെന്ന് എന്നോട് ചാര, എന്താണ്, എവിടുന്നാണ് വരുന്നത്, എവിടുന്ന് കിട്ടി? അപ്പോൾ ഞാൻ പറഞ്ഞു, എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചാൽ മതി എവിടെയാണ് കൊണ്ടാക്കിയെന്നുള്ള കാര്യം. ഞാൻ ഇതിന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കേണ്ടതായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വിവരം അറിയിക്കുകയും ചെയ്യും. പക്ഷേ അതിനു മുമ്പ് അമ്മയെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കേണ്ട ചുമതല എനിക്കുള്ളത് കൊണ്ട് ഞാനിവിടെ കൊണ്ടെത്തിച്ചതാണ്. നിങ്ങൾ ഈ അമ്മേനെ എന്തടിസ്ഥാനത്തിലാണ്, സ്വന്തം പേര് പോലും മറന്നു പോകുന്ന അമ്മയെ നിങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ എവിടെയാണ് അമ്മയെ കൊണ്ട് കളഞ്ഞതെന്ന് എനിക്കറിയില്ല. അതോ ശക്തൻ സ്റ്റാൻഡിൽ കൊണ്ട് കളഞ്ഞതാണെന്നോ എനിക്കറിയില്ല. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പ്രായമുള്ള ഈ 70-72 വയസ്സുള്ള അമ്മേനെ നിങ്ങൾ കൊണ്ട് കളഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവർ എന്താണ് അവർക്ക് പറയേണ്ടതെന്നറിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളിതിനെ പോലീസ് സ്റ്റേഷനിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. അയ്യോ, പോലീസ് സ്റ്റേഷനിൽ എനിക്കൊന്നും പോകരുത്, അത് എനിക്കറിയത്തില്ല, അമ്മയും കൊണ്ട് മരുന്നിന് മേടിക്കാൻ. ഞാൻ പറഞ്ഞു, മരുന്ന് മേടിക്കാൻ ഇവിടുന്ന് തൃശ്ശൂർ വരെ പോയിട്ട് അമ്മയെ അവിടെ തനിച്ചാക്കിയിട്ടാണോ തിരിച്ചു വരുന്നത്? അമ്മയ്ക്ക് ഓർമ്മയില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ പറഞ്ഞാൽ അറിയാം. അമ്മയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയുടെ പേരെന്താ അമ്മേ? അപ്പോൾ ആ സമയം പോലും അമ്മയുടെ പേര് മറന്നുപോയി. അപ്പോൾ ദിവ്യമോൾ അവിടെ പറഞ്ഞു, അമ്മ കമലാക്ഷി, അമ്മ കമലാക്ഷി. അപ്പോഴാണ് അമ്മ അങ്ങനെ പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അമ്മയെ കൊണ്ട് കളഞ്ഞതാണെന്നുള്ള പോലും ആ ഓർമ്മ പോലും ആ പാവത്തിനില്ല. എത്ര ക്രൂരമായൊരവസ്ഥയാണല്ലേ! ഒരു ഓർമ്മയുള്ള ഒരാളെ കൊണ്ട് കളയുന്നതും ഒന്നും അറിയാത്ത ഒരാളെ കൊണ്ട്, ഒന്നുമല്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ കൊണ്ട് വഴിയിൽ കൊണ്ട് കളയുന്നതിന് തുല്യമാണ് ഈ പാവപ്പെട്ട 70 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെയുള്ള അമ്മയന്മാരെ കൊണ്ട് കളയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ പേരിൽ കേസ് ഫയൽ ചെയ്ത് പറഞ്ഞ് ഏർപ്പെടുത്തിയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അത് അബദ്ധം പറ്റിപ്പോയതാണ് പുള്ളിക്കാരന്, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല, പോലീസ് കേസൊന്നും അവിടെയെങ്കിലും പറയരുത്. ഇനി ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ മാസവും ഞാൻ വരും ഈ അമ്മ ഇവിടെ ഉണ്ടോ എന്നറിയാനായിട്ട്. ഈ അമ്മ ഇവിടെ കണ്ടില്ലെങ്കിൽ, എനിക്കിപ്പോൾ നിങ്ങളെ നന്നായിട്ടറിയാം, ഞാനൊരു ചാനൽ ചെയ്യുന്ന ആളാണ്, എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഞാനത് ലോകത്തിലുള്ള സകല ആളുകളോടും ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ ഈ നെന്മാറയിൽ നിന്ന് എപ്പോഴെങ്കിലും ഈ അമ്മയെ ഇവിടെ നിന്ന് നിങ്ങൾ ഇറക്കി വിടുകയോ അമ്മയ്ക്കെതിരായിട്ട് എന്തെങ്കിലും നിങ്ങൾ പ്രവർത്തിച്ചാൽ അതിന് തീർച്ചയായിട്ടും ഇവിടെ സംവിധാനവും പോലീസ് സംവിധാനവും മറ്റു സംഗതികളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വളരെയേറെ വിഷമിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയോട് പോകുവാന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ അത്രയും സമയമായതുള്ളൂ, അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ല. അമ്മയ്ക്ക് ആ കഴിഞ്ഞ സംഗതികളൊന്നും അമ്മയെ ഓർക്കുന്നില്ല. ഒരു എന്താ പറയുക, ഇത്ര വേഗം എല്ലാം മറന്നു പോകുന്ന അമ്മ ഒരുപക്ഷെ വർഷങ്ങളായിട്ട് ആ ഇടപെടൽ കൊണ്ടായിരിക്കാം അമ്മയുടെ മകനെയും മരുമകളെയും കൊച്ചുമകളെയും ഒക്കെ അമ്മ ഓർക്കുന്നത്. പക്ഷേ അമ്മയുടെ കൂടെ തൃശ്ശൂരിൽ നിന്ന് നെന്മാറ വരെ വരികയും ധാരാളം വർത്തമാനം പറയുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എന്നെ അമ്മ ആ സന്തോഷത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു ചെന്നപ്പോൾ അമ്മ എന്നെ മറന്നുപോയി. അമ്മയ്ക്ക് അതൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അമ്മയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ പോലും പെട്ടെന്ന് അമ്മയ്ക്ക് ഓർമ്മ വരില്ല. എന്തെങ്കിലും അതുമായി കണക്ട് ചെയ്തൊരു സംഗതി പറഞ്ഞാൽ മാത്രമേ അമ്മയ്ക്കത് ഓർമ്മയായി വരികയുള്ളൂ. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യൻതേടിയുള്ള യാത്രയിൽ ഞാൻ ഈ നെന്മാറയിലെ കമലാക്ഷി അമ്മയെ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരുമ്പോഴേക്കും, അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ്. ഇതുപോലെ ഓർമ്മ നഷ്ടപ്പെട്ട, ഓർമ്മയുള്ള എത്രയോ കമലാക്ഷി അമ്മമാരെ, എത്രയോ അമ്മമാരെ, എത്രയോ മക്കളാണ് കൊണ്ടുപോയി ദൂരെ എവിടേക്കെങ്കിലും കൊണ്ട് നടതള്ളുന്നത് അല്ലെങ്കിൽ കൊണ്ട് കളയുന്നത്. ഇവിടെ ആ ദിവ്യമോളെന്ന് പറഞ്ഞാൽ കുഞ്ഞുമോള്, അമ്മമ്മയെ ഇഷ്ടമുള്ള ആ കുഞ്ഞുമോള് അമ്മയുടെ പേരും വിലാസവും അമ്മയുടെ സെറ്റിൻ്റെ തുമ്പിൻ്റെ അറ്റത്ത് കെട്ടിയിട്ടത് കൊണ്ടാണ് അമ്മയ്ക്ക് ഒരു ദൈവനിയോഗം പോലെ അവിടേക്ക് തിരിച്ചു ചെല്ലുവാനായിട്ട് സാധിച്ചത്. ഇത് എല്ലാവർക്കും ഒരിക്കലും സാധിക്കുകയില്ല. നമ്മളുടെ അമ്മയും നമ്മളുടെ അച്ഛനെയും നമ്മൾ കൊണ്ട് കളയുമ്പോൾ ഓർക്കുക, നമ്മളുടെ പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കളയുന്നത് പോലെ തന്നെയാണ് തീർച്ചയായിട്ടും ആ നഷ്ടം. അവരെ കൊണ്ട് കളയുമ്പോൾ നിങ്ങൾ ആശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് ഉറങ്ങാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും നരകത്തിൻ്റെ അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ വലിയ കൊടിയ പാപത്തിൻ്റെ വാതായനങ്ങൾ ഒന്നായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്ന് ഇടുകയും നിങ്ങൾ ഒരു വലിയ ഭവിഷ്യത്തിലേക്ക് നിങ്ങൾ നടന്ന് അടുക്കുകയുമാണ് എന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള അവസ്ഥയിൽ അമ്മമാരെ പ്രായമായി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവർക്ക് ഓർമ്മയില്ല, അവർ ശല്യമായി എന്ന് പറഞ്ഞ് ഒരിക്കലും അവരെ
തെരുവിലേക്ക് തള്ളാതിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ട്രാവൽസിന് വേണ്ടി സത്യം തേടിയുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റൊരു അധ്യായവുമായി നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും വരുന്നവരെ ഏവരും സുഖമായി സന്തോഷകരമായി ഇരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ നിധിമോൾക്ക് നെന്മാറയിലെ കമലാക്ഷി അമ്മയുടെ അഡ്രസ്സ് ബുദ്ധിപൂർവ്വം ആ അമ്മയുടെ സാരിയുടെ തുമ്പിൽ കെട്ടിയിട്ട് ആ മുകൾക്ക് 1000 നന്ദിയും 1000 എന്താ പറയുക നന്ദി തന്നെ, എല്ലാ നന്മകളും ആ മോൾക്ക് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.